ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. റാഗി കൊണ്ടുള്ള വട്ടയപ്പം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ റാഗിയുടെ ഇത് വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയേക്കാളും. ഇത്രയും പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ഒരു ശർക്കരപ്പാനി ഉണ്ടാക്കണം. നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. ഞാനിവിടെ ഇങ്ങനെ 3 ഈ വലിപ്പത്തിലുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. കാരണം ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവില്ലേ, നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് കാണാം. തണുത്തതിന് ശേഷം ഞാനിവിടെ ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് വട്ടയപ്പം പഞ്ചസാര ഇട്ടിട്ടും തയ്യാറാക്കും. പക്ഷേ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ഉപയോഗിച്ചത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് റാഗി കുഴച്ചെടുക്കും. ഇപ്പം ഞാൻ വെള്ളത്തിന് പകരം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അധികം കട്ടിയൊന്നും കെട്ടത്തില്ല റാഗിപ്പൊടി. ഇതുപോലെ ഒട്ടും കട്ട കെട്ടാതെ കുഴച്ചെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർത്തിട്ടും നല്ല കട്ടിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് അതേ കപ്പ് തന്നെ ചോറ് ചേർത്ത് കൊടുക്കാം. ഇതേ കപ്പിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കാം. സെയിം അളവിലാണ്, തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തവണ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഇത് നമുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് ഫെർമെൻ്റ് ആവുമ്പോൾ ഇരട്ടിയാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഇത് ഇരട്ടിയാവുന്ന അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ.
നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ മതിയാവും. നല്ലോണം ഫെർമെൻ്റ് ആയിക്കോളും. നമുക്കൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇതൊന്ന് മൂടി വയ്ക്കാം. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഫെർമെൻ്റ് ആവാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഞാൻ നാട്ടിലിപ്പോൾ നല്ല ചൂടായത് കൊണ്ടാണ് ഒരു 3 മണിക്കൂറൊക്കെ മതിയാവുമെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്കത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അധികം ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഡ്രൈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്തിപ്പോൾ കാഷ്യൂ നട്ട്സാണ് ഉള്ളത്. ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പീനട്ട്സ് വേണമെങ്കിലും ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് വാട്ടിയെടുക്കുക. പശു നെയ്യ് തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ വട്ടയപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. വാടി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. വെള്ളം ചൂടായി വരുമ്പോൾ ഇതുപോലൊരു നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന ഇതുപോലൊരു പാത്രം വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും പുരട്ടി കൊടുക്കാം കേട്ടോ. നെയ്യ് നല്ലോണം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഇളക്കാണ്ട് ഈ പതയോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 20 മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നട്ട്സ് അതിൽ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. ഞാനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ബാക്കി കൂടെ വേവിച്ചെടുക്കാം. ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
റാഗി കൊണ്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. ഞാൻ എടുത്ത അതേ അളവിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 വട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ റാഗി വട്ടയപ്പം ഉണ്ടോ, പഞ്ഞി പോലത്തെ നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഒരുപാട് ന്യൂട്രീഷ്യൻസും വിറ്റാമിൻസും ഫൈബറും നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഷുഗർ കൺട്രോളിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഈ മില്ലറ്റ്സിൻ്റെ റെസിപ്പി തന്നെ എല്ലാം നല്ലതാണല്ലോ, കുട്ടികൾക്കും എല്ലാം നല്ലതല്ലേ. അതുപോലെ ഹെൽത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ റാഗി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.